എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും രുക്മ കിച്ചണിലോട്ട് വീണ്ടും സ്വാഗതം. അപ്പം നാളെ കർക്കിടകം 1 കർക്കിടക മാസത്തിലെ കുറച്ച് വിശേഷങ്ങളും കർക്കിടക മാസത്തിലെ കുറച്ച് ഗുണങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. കർക്കിടക മാസത്തിൽ രാമായണ മാസമാണെന്ന് എല്ലാവർക്കും അറിയാം. അതുപോലെ നാലമ്പല ദർശനത്തെക്കുറിച്ചും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ്. അപ്പം വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണുക. കൊല്ലവർഷത്തിലെ 12ാമത്തെ മാസമാണ് കർക്കടകം. പഞ്ഞമാസം അഥവാ രാമായണ മാസം. സൂര്യൻ കർക്കടകം രാശിയിലൂടെ സഞ്ചരിക്കുന്ന സമയമാണ് കർക്കടക മാസം. ജൂലൈ ഓഗസ്റ്റ് മാസങ്ങൾക്ക് ഇടയിലായി ആണ് കർക്കടക മാസം വരുന്നത്. ഈ മാസത്തിൻ്റെ പേര് കർക്കിടകം എന്ന് തെറ്റായി ഉച്ചരിക്കുകയും പത്രങ്ങളും മാസികകളും അങ്ങനെ രേഖപ്പെടുത്തുകയും ചെയ്യാറുണ്ട്. കേരളത്തിൽ കനത്ത മഴ ലഭിക്കുന്ന മാസമാണ് കർക്കടകം. അപ്രതീക്ഷിതമായി മഴ പെയ്യുന്നു എന്നതിനാൽ കള്ളക്കർക്കടകം എന്ന ചൊല്ല് തന്നെ നിലവിലുണ്ട്. അതിനാൽ മഴക്കാല രോഗങ്ങൾ ഈ കാലഘട്ടത്തിൽ കൂടുതലായി ഉണ്ടാകുന്നു. കാർഷിക മേഖലയെ സംബന്ധിച്ചിടത്തോളം വരുമാനമൊന്നുമില്ലാത്ത കാലമായതിനാൽ പഞ്ഞമാസം എന്നും വിളിക്കുന്നു. ഹൈന്ദവ കുടുംബങ്ങളിലും ക്ഷേത്രങ്ങളിലും നടത്തിവരുന്ന 1 മാസം നീണ്ടു നിൽക്കുന്ന രാമായണം വായന ഈ മാസമാണ് നടത്താറുള്ളത്. അതോടൊപ്പം ചിലർ വ്രതമെടുക്കുന്നു. അതിനാൽ കർക്കടകത്തെ രാമായണ മാസം എന്നും അറിയപ്പെടുന്നു. തൃപ്പയാർ ശ്രീ രാമസ്വാമി ക്ഷേത്രം, കോട്ടയം രാമപുരം ക്ഷേത്രം, മലപ്പുറം രാമപുരം ക്ഷേത്രം എന്നിവ കേന്ദ്രീകരിച്ച് നടക്കുന്ന പ്രസിദ്ധമായ നാലമ്പല ദർശനം എന്ന തീർത്ഥാടനം ഈ മാസത്തിലാണ് നടക്കാറുള്ളത്. പണ്ടുകാലത്ത് സ്ത്രീകൾ ദശപുഷ്പം ചൂടിയിരുന്നതും ഈ കാലത്താണ്. മലയാളികൾ ശരീരപുഷ്ടിക്കും ആരോഗ്യവർദ്ധനവിനുമായിട്ട് ഔഷധക്കഞ്ഞി കഴിക്കുന്നതും ആയുർവേദ നാട്ടുവൈദ്യ വിധിപ്രകാരം സുഖചികിത്സ നടത്തുന്നതും കർക്കിടകത്തിലാണ്. കർക്കിടക മാസത്തിൽ ആരോഗ്യ പരിപാലനത്തിനായി കർക്കിടക കഞ്ഞി കുടിക്കുന്നത് ഇന്ന് ഒരു വലിയ വിപണി തന്നെ ആയിട്ടുണ്ട്. മുക്കുറ്റി, പൂവാങ്കുറുനില, കറുക, നിലപ്പന, കുറുന്തോട്ടി, തുളസി മുതലായ ഔഷധ മൂല്യമുള്ള ചെടികളും ഞവരനെല്ല്, മുതിര തുടങ്ങിയ ധാന്യങ്ങളും കർക്കിടകക്കഞ്ഞി തയ്യാറാക്കാൻ ഉപയോഗിക്കുന്നു. പല ആയുർവേദ കേന്ദ്രങ്ങളിലും കർക്കിടകത്തിൽ എണ്ണത്തോണി മുതലായ പ്രത്യേക സുഖചികിത്സയും ഇന്ന് ഒരുക്കുന്നുണ്ട്. രാമായണ കഥ കേട്ടുണരുന്ന കർക്കിടക മാസത്തിൻ്റെ പുണ്യനാളുകളിൽ ശ്രീരാമ, ലക്ഷ്മണ, ഭരത, ശത്രുഘ്ന ക്ഷേത്രങ്ങളിൽ ഒരേ ദിവസം ദർശനം നടത്തുന്നത് പൂർവിക ആചാരമാണ് നാലമ്പല ദർശനം എന്ന പേരിൽ പ്രശസ്തമായിട്ടുള്ളത്. നാലമ്പല ദർശനം ഒരേ ദിവസം ഉച്ചപൂജയ്ക്ക് മുമ്പ് പൂർത്തിയാക്കുന്നതാണ് ഏറ്റവും ഉത്തമം. കർക്കടകത്തിൽ ഉച്ചപൂജയ്ക്ക് മുമ്പ് രാമ, ലക്ഷ്മണ, ഭരത, ശത്രുഘ്ന ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നത് ദോഷപരിഹാരത്തിനും ഇഷ്ടസന്താന ലബ്ധിക്കും ഉത്തമമാണെന്നാണ് വിശ്വാസം. തൃശ്ശൂർ ജില്ലയിൽ തൃപ്രയാർ ശ്രീരാമക്ഷേത്രം, ഇരിങ്ങാലക്കുട കൂടൽമാണിക്യ ക്ഷേത്രം, എറണാകുളം ജില്ലയിലെ മൂഴിക്കുളത്തെ ലക്ഷ്മണക്ഷേത്രം, പയമ്മൽ ശത്രുഘ്ന ക്ഷേത്രം എന്നിവയാണ് നാലമ്പലങ്ങൾ. തൃപ്രയാറിലെ ശ്രീരാമക്ഷേത്രം സന്ദർശിച്ചാണ് നാലമ്പലം യാത്ര തുടങ്ങുന്നത്. പയമ്മേൽ ശത്രുഘ്ന ക്ഷേത്രം സന്ദർശിച്ച് ഭക്തജനങ്ങൾ യാത്ര അവസാനിപ്പിക്കുന്നു. തൃപ്രയാർ ക്ഷേത്രത്തിൽ ഹനുമാനെ തൊഴുത് ശ്രീരാമൻ്റെ നിർമ്മാല്യ ദർശനത്തോടെയാണ് നാലമ്പല തീർത്ഥാടനം തുടങ്ങുന്നത്. കോട്ടയം ജില്ലയിലും നാലമ്പലമുണ്ടെന്ന് ശ്രദ്ധേയമാണ്. തൃപ്രയാർ ശ്രീരാമക്ഷേത്രം, ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ഭരതക്ഷേത്രം, മൂഴിക്കുളം ലക്ഷ്മണക്ഷേത്രം, പായമ്മൽ ശത്രുക്ഷേത്രം എന്നിവിടങ്ങളിലെ ദർശനമാണ് കർക്കിടകത്തിൽ പുണ്യമായി കരുതുന്നത്. തൃപ്രയാറിൽ നിന്ന് പുറപ്പെട്ട് കൂടൽമാണിക്യം, മൂഴിക്കുളം വഴി പായമ്മൽ വരെയുള്ള ക്ഷേത്രങ്ങളിൽ ഒറ്റ ദിവസം കൊണ്ട് ദർശനം നടത്തി വരുന്നതാണ് രീതി. തൃപ്രയാർ ക്ഷേത്രത്തിൽ പുലർച്ചെ 3-ന് ദർശനം തുടങ്ങും. ഉച്ചയ്ക്ക് 12:30 അടച്ച് വൈകിട്ട് 5-ന് വീണ്ടും തുറന്ന് രാത്രി 8 വരെ ദർശനം. രാജ്യത്ത് അപൂർവമായുള്ള ഭരതക്ഷേത്രങ്ങളിൽ ഒന്നാണ് കൂടൽമാണിക്യം. പുലർച്ചെ 3 മുതൽ ഉച്ചയ്ക്ക് 12 വരെയും വൈകിട്ട് 5 മുതൽ രാത്രി 8 വരെയുമാണ് ഇവിടെ ദർശനം. മൂഴിക്കുളം ലക്ഷ്മണക്ഷേത്രം എറണാകുളം ജില്ലയിലാണ്. വെള്ളാങ്ങല്ലൂർ അന്നമനട വഴിയാണ് മൂഴിക്കുളത്ത് എത്തുന്നത്. ഇവിടെ പുലർച്ചെ 4-നാണ് ദർശനം തുടങ്ങുന്നത്. 11 വരെ തുടരും. വൈകിട്ട് 5 മുതൽ 8 വരെയുണ്ട്. മൂഴിക്കുളത്ത് തൊഴുത് തിരിച്ച് ഇരിങ്ങാലക്കുടയ്ക്കടുത്തുള്ള പായമ്മൽ ശത്രുഘ്ന ക്ഷേത്രത്തിൽ എത്തുന്നതാണ് നാലമ്പല ദർശനക്രമം. കൂടൽമാണിക്യം, മൂഴിക്കുളം ക്ഷേത്രങ്ങളിൽ ഉഷപൂജ തൊഴാനും പായമ്മൽ ക്ഷേത്രത്തിൽ ഉച്ചപൂജ തൊഴാനും എത്തുന്നതാണ് രീതി.
കർക്കിടക മാസത്തിലെ കുറച്ച് വിശേഷങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഇതിനകത്ത് പങ്കുവെച്ചിരിക്കുന്നത്. അപ്പോൾ അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും മുട്ടുന്നവരെ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.